രക്ഷയുടെ പാതയിൽ. ഈശോയെ ഒത്തിരി സ്നേഹിക്കുന്ന എൻ്റെ പ്രിയ കുഞ്ഞുമക്കളെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാ മക്കൾക്കും സന്തോഷമല്ലേ ഈശോയെക്കുറിച്ച് കേൾക്കാനായിട്ട്, ഈശോയെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാനായിട്ട്, അതുവഴി ഈശോയെ ഒത്തിരി സ്നേഹിക്കുവാനായിട്ട് നമ്മൾ വന്നു ചേർന്നിരിക്കുകയാണല്ലേ. നമ്മുടെ 6ാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്റർ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. നമുക്കൊന്ന് കണ്ണടച്ച് ഈശോയോടൊന്ന് പ്രാർത്ഥിക്കാം അല്ലേ. എല്ലാ മക്കളും ഒന്ന് കണ്ണടച്ച് കൈകൾ കൂപ്പി ഈശോയോടൊന്ന് പ്രാർത്ഥിച്ചേ. നല്ല ഈശോയെ, ഞങ്ങൾ നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നു. ഈശോയെ, നിൻ്റെ ആത്മാവിനെ അയച്ച് ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ നല്ല മാതാവേ, ഞങ്ങളുടെ തൊട്ടരികിൽ വന്നിരുന്ന് എല്ലാ കാര്യങ്ങളും ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ കാവൽ മലാഖമാരെ, പല വിചാരങ്ങൾ കൂടാതെ ഈ ക്ലാസ് ശ്രദ്ധിക്കുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. എല്ലാ മക്കളും ഒന്ന് ഉറക്കെ പറയാവോ? ആമേൻ. സന്തോഷമായിട്ടിരിക്കണം കേട്ടോ. നമ്മൾ ആരെക്കുറിച്ചാണ് കേൾക്കാൻ പോകുന്നത്? ഈശോയെക്കുറിച്ചാണ് കേൾക്കാൻ പോകുന്നത്. നമ്മൾ ആരെക്കുറിച്ച് അറിയാൻ പോകുന്നത്? ഈശോയെക്കുറിച്ചാണ് നമ്മൾ അറിയാൻ പോകുന്നത്. അപ്പോൾ നല്ല സന്തോഷമായിട്ട് തീക്ഷ്ണതയോട് കൂടി ഇരിക്കണം മക്കളെ. നമ്മുടെ 6ാം ക്ലാസ്സിൽ ഈ വർഷം മുഴുവനും നമ്മൾ രക്ഷകനായ ഈശോയെക്കുറിച്ചും ഈ രക്ഷകനായ ഈശോയെ അനുഭവിച്ചറിഞ്ഞ ഒരു ജനതയെക്കുറിച്ചുമാണ് കാണാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ രക്ഷകനായ ഈശോയെക്കുറിച്ച് നമുക്ക് കേൾക്കാം. രക്ഷകനായ ഈശോയെ നമുക്ക് ഒരുപാട് സ്നേഹിക്കാം. നമ്മുടെ ആദ്യത്തെ ചാപ്റ്ററിൻ്റെ ആദ്യത്തെ അധ്യായത്തിൻ്റെ പേരെന്താ മക്കളെ? പ്രവചനങ്ങൾ പൂർത്തിയാകുന്നു. ഒരിക്കൽ കൂടി ഒന്ന് പറയാവോ? പ്രവചനങ്ങൾ പൂർത്തിയാകുന്നു. ആര് പറഞ്ഞ പ്രവചനമാണിത് പൂർത്തിയായത്? എന്ത് പ്രവചനമാണ് പൂർത്തിയായത്? മക്കൾക്ക് അറിയണോ? എന്നാൽ വേഗം ടെക്സ്റ്റ് ബുക്ക് എടുത്തോ. തൊട്ടരികിൽ വിശുദ്ധ ഗ്രന്ഥം ഉണ്ടായിരിക്കണേ. ചെറിയൊരു പെൻസിലോ പേനയോ നിങ്ങൾ കരുതിയിരിക്കണം കേട്ടോ. മക്കളെ, നമുക്ക് ഒത്തിരി കാര്യങ്ങളൊന്നും പഠിക്കാനില്ല കേട്ടോ. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ് കാണാൻ പോകുന്നത്. ഒന്ന്, മംഗളവാർത്ത എന്താണെന്ന് നമ്മൾ കാണും. നമുക്കെല്ലാവർക്കും അറിയാം, മാഷ്ക്കറിയാം, കുട്ടികൾക്ക് എല്ലാവർക്കും മംഗളവാർത്ത എന്താണെന്ന് അറിയാമെന്നത് എനിക്കറിയാം. ഏതായാലും നമ്മൾ മംഗളവാർത്ത എന്താണെന്ന് കാണും. ശേഷം നമ്മൾ രക്ഷാകര സംഭവങ്ങളുടെ ആരംഭം എപ്രകാരമായിരുന്നു, ഈ മംഗളവാർത്ത ഉണ്ടാവാനുള്ള കാരണം എന്തായിരുന്നു എന്നും നമ്മൾ കാണും കേട്ടോ. സന്തോഷത്തോടെ ഇരിക്കുക. ഈശോയെ എപ്പോഴും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുക. മക്കളെ, പണ്ടുണ്ടല്ലോ, ഒരുപാട് നാളുകൾക്ക് മുമ്പ് ഗലീല എന്ന് പറയുന്ന രാജ്യത്ത് നസ്രത്ത് എന്ന് പറയുന്ന ഒരു പട്ടണത്തിൽ മറിയം എന്ന് പറയുന്ന ഒരു പെൺകൊച്ച് ജീവിച്ചിരുന്നു. ഈ പെൺകുട്ടിയുടെ അടുത്തേക്ക് സ്വർഗത്തിൽ നിന്നൊരു മാലാഖ വന്നു. ഈ മാലാഖ വന്നിട്ട് ഈ മറിയത്തോട് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ, നിനക്ക് സ്വസ്തി, കർത്താവിൻ്റെ മുൻപിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. മറിയത്തിനൊന്നും മനസ്സിലായില്ല അല്ലേ, എന്താണ് പെട്ടെന്ന് മാലാഖ വന്ന് ഇങ്ങനെ പറയുന്നതെന്ന് ഓർത്ത് മറിയം ചെറുതായിട്ടൊന്ന് കൺഫ്യൂഷനായി. മാലാഖ പറഞ്ഞു, മറിയമേ, പേടിക്കണ്ട, ഞാൻ സ്വർഗത്തിൽ നിന്ന് വന്ന ഗബ്രിയേൽ ദൂതനാണ്. നീ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഒരു ശിശുവിന് ജന്മം നൽകും. അവന് നീ യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതൻ്റെ പുത്രൻ എന്നവൻ വിളിക്കപ്പെടും. മാതാവിന് ശരിക്കും, മറിയത്തിന് ശരിക്കും പറഞ്ഞതിന് അർത്ഥമൊക്കെ അങ്ങോട്ട് മനസ്സിലായില്ല. എന്നാലും മറിയം പറഞ്ഞു, മാലാഖേ, ദൈവത്തിൻ്റെ പുത്രൻ്റെ അമ്മയാകാനുള്ള യോഗ്യത ഒന്നും എനിക്കില്ല. എൻ്റെ കല്യാണം നിശ്ചയിച്ചിട്ടുണ്ട്, പക്ഷെ എന്നെ കെട്ടാൻ പോകുന്ന ചേട്ടനെ ഞാൻ നേരെ ചൊവ്വയൊന്നും കണ്ടിട്ട് പോലുമില്ല. ഇനി കല്യാണത്തിന് മുൻപ് ഒരു കുഞ്ഞെന്നൊക്കെ പറഞ്ഞാൽ ഈ നാട്ടുകാരെന്നെ വെച്ചേക്കോ? ഈ പാവപ്പെട്ട എനിക്ക് ദൈവത്തിൻ്റെ പുത്രനെ ലഭിച്ചു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കോ? പാവം മറിയം ഇങ്ങനെ മനസ്സിലൊന്ന് വിഷമിച്ചു. അപ്പോൾ ഈ മാലാഖയുണ്ടല്ലോ, ഈ മറിയത്തോട്, പരിശുദ്ധ അമ്മയോട്, നമ്മുടെ അമ്മയോട് വന്ന് പറഞ്ഞൊരു വചനമുണ്ട്. അതെന്താണെന്ന് മക്കൾക്ക് അറിയണോ? എന്ന് ചാടി വിശുദ്ധ ഗ്രന്ഥം ഒന്ന് എടുത്തേ. വിശുദ്ധ ഗ്രന്ഥത്തിൽ വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷത്തിൽ അതിൻ്റെ 1-ാം അധ്യായം 35-ാം തിരുവചനം അത് ഇപ്രകാരമാണ് മക്കളെ. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. മക്കളെ, തളർന്നുപോയ മാതാവിൻ്റെ മുൻപിൽ മാലാഖ പറഞ്ഞ വാഗ്ദാനമാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ആവസിക്കും, അത്യുന്നതൻ്റെ ശക്തി നിന്നിൽ ഇറങ്ങി വരും. മാലാഖയുടെ മുൻപിൽ മുട്ടുകുത്തിയിട്ട് മറിയം തന്നെ സമർപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ. മക്കളെ, നൂറ്റാണ്ടുകളായിട്ട്, ഒരുപാട് വർഷങ്ങളായിട്ട് ഈ ലോക ജനത മുഴുവനും കാത്തിരുന്നത് ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടായിരുന്നു.
പ്രവാചകന്മാരും പൂർവികരും എല്ലാം കാത്തിരുന്ന് പ്രാർത്ഥനയോടെ ക്ഷമയോടെ കാത്തിരുന്നത് ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടായിരുന്നു. കാരണം ഏതാ? രക്ഷകനായ ഈശോ ഭൂമിയിൽ അവതരിക്കാറായി. ആരിലൂടെ? മറിയത്തിലൂടെ, നമ്മുടെ അമ്മയിലൂടെ രക്ഷകനായ ഈശോ ഈ ഭൂമിയിൽ അവതരിക്കാറായി. ഇതായിരുന്നു മാലാഖയുടെ മംഗളവാർത്ത അല്ലേ? ഈ മംഗളവാർത്ത ഉണ്ടാവാൻ കാരണം എന്താ മക്കളെ? എന്തിനു വേണ്ടിയിട്ടാ രക്ഷകൻ ഈ ഭൂമിയിലേക്ക് വന്നത്? എന്തിനു വേണ്ടിയിട്ടാ? കാരണം ഈ ഭൂമിയിൽ പാപം നിറഞ്ഞിരുന്നു. എങ്ങനെയാ മക്കളെ ഈ ഭൂമിയിൽ പാപം നിറഞ്ഞത്? എങ്ങനെയാ നിറഞ്ഞത്? നമ്മുടെ ആദിമ മാതാപിതാക്കള് ആദവും ഹവ്വയും എന്ത് ചെയ്തു? പാപം ചെയ്തു. ഈ സംഭവങ്ങളൊക്കെ എവിടെയാ എഴുതിയിരിക്കുന്നേ? ബൈബിളിലെ ആദ്യത്തെ പുസ്തകമായ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ സംഭവങ്ങളൊക്കെ വിവരിച്ചിട്ടുണ്ട് കേട്ടോ. മാഷ്ക്കറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും ആ സംഭവങ്ങളൊക്കെ അറിയാം അല്ലേ? ഏതായാലും മാഷൊന്ന് ഓർമ്മിപ്പിക്കാം കേട്ടോ. ആദിമ മാതാപിതാക്കളുടെ സംഭവം അതിങ്ങനെയാണ് മക്കളെ. ദൈവം ഈ ഭൂമിയെ സൃഷ്ടിച്ചു, സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ചു. ഇതിനെയെല്ലാം നോക്കി പരിപാലിക്കുവാനായിട്ട് ദൈവം ആരെ സൃഷ്ടിച്ചു? ആദത്തിനെയും ആദത്തിന് കൂട്ടായിട്ട് ഹവ്വയെയും ദൈവം സൃഷ്ടിച്ചു. അങ്ങനെ ആദവും ഹവ്വയും ദൈവവും ആ ഏദൻ തോട്ടത്തിൽ ഒത്തിരി സന്തോഷത്തോടുകൂടി ജീവിച്ചു വരികയായിരുന്നു അല്ലേ? ദൈവം എല്ലാ ദിവസവും സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വരും, ഈ ഏദൻ തോട്ടത്തിലേക്ക് ഇറങ്ങി വരും. ആദത്തിൻ്റെയും ഹവ്വയുടെയും കൈ പിടിച്ച് തോട്ടത്തിൽ കൂടെ ഇവർ കളിച്ചും ചിരിച്ചും തമാശകൾ പറഞ്ഞ് നടക്കും. മക്കളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മുടെ കൈ പിടിച്ച് ഈശോ നമ്മുടെ തോട്ടത്തേക്കൂടെ, നമ്മുടെ വീട്ടിലൂടെ, നമ്മുടെ പള്ളിയിലൂടെയൊക്കെ ഒന്ന് നടക്കുന്നത്. നമുക്ക് കൊതിയുണ്ടോ അങ്ങനെ ഈശോയുടെ കൈ പിടിച്ചുകൊണ്ട് നടക്കാൻ? നന്നായിട്ട് പ്രാർത്ഥിച്ചോളട്ടോ, ഈശോയോട് ചേർന്നിരുന്നോളൂ, ഈശോ നടക്കും കേട്ടോ. ഏതായാലും ആദത്തിൻ്റെയും ഹവ്വയുടെയും കൈ പിടിച്ച് ദൈവം ഈ ഏദൻ തോട്ടത്തിൽ കൂടെ സന്തോഷമായിട്ട് നടന്നു. ഇവരിങ്ങനെ സന്തോഷത്തിലും സ്നേഹത്തിലും ഒക്കെ കഴിഞ്ഞുകൊണ്ടിരുന്നപ്പം ഒരാൾക്ക് അസൂയ തോന്നി. അതാർക്കാ മക്കൾ ഈ അസൂയ തോന്നുന്നത്? ആർക്കാ ഈ അസൂയയും ദേഷ്യവും വിദ്വേഷവും കുശുമ്പൊക്കെ തോന്നുന്നത്? ആർക്കാ? കുട്ടിച്ചാത്തന്, സാത്താന് ആദത്തോടും ഹവ്വയോടും അസൂയ തോന്നി. സാത്താൻ പറഞ്ഞു, ഈ ആദത്തിനെയും ഹവ്വയെയും ഞാൻ ദൈവത്തിൽ നിന്ന് അകറ്റും. ഇവരിങ്ങനെ ജീവിച്ചാൽ ശരിയാവില്ല, ഇങ്ങനെ സ്നേഹിച്ച് ജീവിച്ചാൽ ശരിയാവില്ല എന്ന് മനസ്സിലാക്കിയ സാത്താൻ ആരെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ചു? ഹവ്വയെ കൊണ്ടും ആദത്തെ കൊണ്ടും പാപം ചെയ്യിപ്പിച്ചു. ദൈവം ചെയ്യണ്ട എന്ന് പറഞ്ഞൊരു കാര്യം അല്ലേ, പഴം പറിച്ച് നിങ്ങൾ കഴിക്കരുത് എന്ന് പറഞ്ഞ കാര്യം ആരെ കൊണ്ട് ചെയ്യിപ്പിച്ചു? ആദത്തെ കൊണ്ടും ഹവ്വയെ കൊണ്ടും സാത്താൻ ചെയ്യിപ്പിച്ചു. അതുവഴി ഈ ഭൂമിയിൽ പാപം നിറഞ്ഞു. മക്കളെ, ഒരു പഴം പറിച്ച് തിന്നതല്ല ഇവിടെ പ്രശ്നം കേട്ടോ. മക്കൾ ഒരിക്കലും കരുതരുത്, ഓ ദൈവം എന്തൊരു ദുഷ്ടനാ, ഒരു പഴം പറിച്ച് തിന്നാനാണോ ഈ ആദത്തിനെ ഹവ്വയെ പിടിച്ച് പുറത്താക്കിയേ, എന്തൊരു ദുഷ്ടനാ, അങ്ങനെ നിങ്ങൾ കരുതരുത് കേട്ടോ. പഴം പറിച്ച് തിന്നതല്ല ഇവിടെ പ്രശ്നം. ഇവിടെ എന്താണ്? ദൈവം ചെയ്യണ്ട എന്ന് പറഞ്ഞൊരു കാര്യം ആദവും ഹവ്വയും ചെയ്തു. അതുകൊണ്ടാണ് ദൈവത്തിന് വിഷമായത്, സങ്കടമായത്. ചെയ്യണ്ട എന്ന് പറഞ്ഞതിലൂടെ ആദവും ഹവ്വയും പാപം ചെയ്തു, ഈ ലോകത്തിലേക്ക് പാപം കടന്നു വന്നു. മക്കളെ, അന്ന് ആ ഏദൻ തോട്ടത്തിൽ വെച്ച് ദൈവം ഒത്തിരി വിഷമിച്ചു അല്ലേ? തൻ്റെ പൊന്നോമനയായ ആദവും തൻ്റെ പൊന്നോമനയായ ഹവ്വയും തനിക്കെതിരെ തെറ്റ് ചെയ്തപ്പം ആ തമ്പുരാൻ ഒത്തിരി വിഷമിച്ചു. കാരണം എന്താ? ഭൂമി മുഴുവൻ പാപം കൊണ്ട് നിറഞ്ഞില്ലേ, പാപം വന്നില്ലേ. ഇനി എന്താ ചെയ്യുക? ഈ പാപം മാറ്റാനായിട്ട് ആർക്കാ പറ്റുക? ദൈവത്തിൻ്റെ പുത്രന് മാത്രമേ സാധിക്കുള്ളൂ. അന്ന് ആ ഏദൻ തോട്ടത്തിൽ വെച്ച് ദൈവം ഒരു രക്ഷകനെ വാഗ്ദാനം ചെയ്തു. മക്കളെ, ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് ദൈവം ഈ ആദത്തിനെയും ഹവ്വയെയും ഇവരെ പറഞ്ഞു പറ്റിച്ച ഈ കുട്ടി സാത്തിനെയും അടുത്ത് വിളിച്ചു. ആദത്തിനെയും ഹവ്വയെയും ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുന്നു, രക്ഷകനെ വാഗ്ദാനം ചെയ്യുന്നു. എന്നിട്ട് ഈ സാത്താൻ്റെ നേർക്ക് തിരിഞ്ഞുകൊണ്ട് ദൈവം പറഞ്ഞത് ഇങ്ങനെയാണ് മക്കളെ. അത് ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 15-ാം തിരുവചനം. അത് ഇങ്ങനെയാണ്: നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും സ്ത്രീയുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും, അവൻ നിന്റെ തല തല്ലി തകർക്കും. മക്കളെ, ഒത്തിരി പ്രലോഭനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും അല്ലേ? ചിലപ്പോഴൊക്കെ നമ്മുടെ കൂട്ടുകാർ പറയും, നീ അപ്പനറിയാതെ അപ്പൻ്റെ പോക്കറ്റിൽ നിന്ന് കുറച്ച് കാശ് അടിച്ചു മാറ്റിക്കേ, നമുക്ക് സിനിമയ്ക്ക് പോകാന്നേ, ഐസ്ക്രീം വാങ്ങാന്നേ, നമുക്ക് ഇന്നിനും മിഠായിയൊക്കെ വാങ്ങി തിന്നാന്നേ. എനിക്ക് കുറച്ചും കൂടി മുതിർന്ന് കഴിയുമ്പോൾ മക്കൾ പറയും, ചെറിയൊരു ബീഡിയല്ലേ, സിഗരറ്റല്ലേ, നീ ഒന്ന് വലിച്ചോ, ഒന്നും നടക്കത്തില്ലെന്നേ. മക്കളിങ്ങനെ പല ആൾക്കാർ പല വിധത്തിൻ്റെ മക്കളെ പ്രലോഭിപ്പിക്കും. അപ്പോഴൊക്കെ നിങ്ങൾ ഓടി വന്ന് ആരുടെ കൈയാണെന്നറിയോ പിടിക്കണ്ടേ? പരിശുദ്ധ അമ്മയുടെ കൈ, ഈശോയുടെ കൈ. കാരണം അന്ന് ഏദൻ തോട്ടത്തിൽ പാപം ഈ ഭൂമിയിലേക്ക് വന്നപ്പം പാപത്തിൻ്റെ തല തകർക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം വാഗ്ദാനം ചെയ്ത സ്ത്രീ പരിശുദ്ധ അമ്മയാണ് കേട്ടോ. ആ പരിശുദ്ധ അമ്മയുടെ സന്താനമാണ് ഈശോ. അപ്പം ഈശോയുടെ കൈ പിടിച്ചുകൊണ്ട്, പാപത്തിന് തല തകർക്കുന്ന പരിശുദ്ധ അമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് നമുക്ക് എല്ലാ പ്രലോഭനങ്ങളെയും
നമുക്ക് നേരിടാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പം ആ ഏദൻ തോട്ടത്തിൽ വെച്ച് ദൈവം ആരെ ഈ ലോകത്തിന് വാഗ്ദാനം ചെയ്തു? രക്ഷകനെ വാഗ്ദാനം ചെയ്തു. തുടർന്ന് അങ്ങോട്ട് പൂർവ്വപിതാവായ അബ്രാഹത്തിലൂടെയും ഇസഹാക്കിലൂടെയും യാക്കോബിലൂടെയും എല്ലാം ദൈവം ഈ രക്ഷകനെ കുറിച്ചിട്ടുള്ള സന്തോഷ വാർത്തകൾ ദൈവം ആവർത്തിച്ചു കൊണ്ടേയിരുന്നു. എല്ലാ പ്രവാചകന്മാരിലൂടെ ദൈവം ഈ ഭൂമിയെ മുഴുവനും ആശ്വസിപ്പിച്ചു. നിങ്ങൾ പേടിക്കണ്ട, രക്ഷകൻ ഈ ഭൂമിയിലേക്ക് വരും, രക്ഷകൻ എൻ്റെ പുത്രൻ ഈ ഭൂമിയിലേക്ക് വരും, ഈ ലോകത്തിൻ്റെ പാപഭാരമെല്ലാം അവൻ ചുമന്നോളും മക്കളെ, നിങ്ങൾ പേടിക്കണ്ട എന്ന് പറഞ്ഞ് ഓരോ പ്രവാചകരിലൂടെയും പൂർവ്വപിതാക്കന്മാരിലൂടെ ദൈവം ഈ ലോകത്തിന് ആശ്വാസമേകിക്കൊണ്ടിരുന്നു, ഈ ലോകത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരുന്നു. മക്കളെ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പ്രവചനങ്ങൾ എന്ന് പറയുന്ന ഒരു പാരഗ്രാഫ് ഉണ്ട്. അവസാനത്തെ ഖണ്ഡികയിലെ പാരഗ്രാഫിൽ ബൈബിളിൽ രക്ഷകനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ചില വിവരണങ്ങൾ, എല്ലാം എഴുതിയിട്ടില്ല, ചില വിവരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ അത് സ്ക്രീനിൽ കാണാം. സാർ അത് വായിക്കുകയും ചെയ്യാം കേട്ടോ. നിങ്ങളൊന്ന് അടയാളപ്പെടുത്തണേ. അത് ഇപ്രകാരമാണ് മക്കളെ: അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് നിന്നെ പോലുള്ള ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് വേണ്ടി അയക്കും എന്ന് മോശയ്ക്ക് നൽകിയ വാഗ്ദാനവും, യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും, ഇസ്രായേലിൽ നിന്ന് ഒരു ചെങ്കോൽ ഉയരും എന്ന ബാലാമിന്റെ പ്രവചനവും, യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും എന്ന ഏശയ്യായുടെ പ്രവചനവുമെല്ലാം രക്ഷകനെക്കുറിച്ചുള്ള വരവ്, രക്ഷകനെക്കുറിച്ചുള്ള പ്രതീക്ഷ ആരിൽ ഉണർത്തി? ഇസ്രായേൽ ജനങ്ങളിൽ ഉണർത്തി. ഈ ഭൂമി മുഴുവനും ദൈവം ഒരു പ്രതീക്ഷ നൽകി. ആ പ്രതീക്ഷ എന്തായിരുന്നു മക്കളെ? രക്ഷകന്റെ വരവ്. ആ പ്രതീക്ഷയുടെ ഫലം അണിഞ്ഞത് എവിടെയാണ്? ആ പ്രാർത്ഥനകൾ ഫലം അണിഞ്ഞത് എവിടെയാണ്? മാലാഖയുടെ മംഗളവാർത്തയിലൂടെ. അന്ന് ആ നസ്രത്തിലെ കൊച്ചുമുറിയിൽ തന്നെ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിന് മുൻപിൽ തന്നെ സമർപ്പിച്ച പരിശുദ്ധ അമ്മയിലൂടെ മംഗളവാർത്ത പൂർത്തിയാകുന്നു. ഈ രക്ഷകന്റെ വരവ് ഈ ലോകം അറിയുന്നു കേട്ടോ. അപ്പം നമുക്ക് ഇന്ന് പഠിക്കേണ്ട 2 കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഏതൊക്കെയാണ്? നമുക്കൊന്നും കൂടി ഒന്ന് കാണാം അല്ലേ. നമ്മൾ മംഗളവാർത്ത എന്താണെന്ന് കണ്ടു. മറിയത്തിന് മുൻപിലേക്ക് രക്ഷകന്റെ വരവ് അറിയിച്ചുകൊണ്ട് ആര് കടന്നു വരുന്നു? ഗബ്രിയേൽ മാലാഖ കടന്നു വരുന്നു. മംഗളവാർത്ത ഇതുണ്ടായ കാരണം എന്താ മക്കളെ? ഉണ്ടാകാനുള്ള കാരണം ഭൂമിയിൽ പാപം നിറഞ്ഞു. ആര് വഴി? ആദിമ മാതാപിതാക്കളായ ആദത്തിലൂടെയും ഹവ്വയിലൂടെയും ഭൂമിയിൽ പാപം നിറഞ്ഞു. ഈ പാപം തുടച്ചു മാറ്റുവാനായിട്ട് ദൈവം ആരെ വാഗ്ദാനം ചെയ്തു? രക്ഷകനെ വാഗ്ദാനം ചെയ്തു. മക്കളെ, ഇനി അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പം നിങ്ങളൊരു വചനം പഠിച്ചിട്ട് വരണം കേട്ടോ. പഠിക്കേണ്ട വചനം ഏതാണെന്നറിയാവോ? നമ്മുടെ അമ്മയുടെ വചനം തന്നെയാണ് കേട്ടോ. നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ അത് കാണാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 38-ാം തിരുവചനം: ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ. ഒരിക്കൽ കൂടി ഒന്ന് വായിച്ചേ: ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ. മക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഇനി എന്ത് ചെയ്യണം എന്ന് ഡൗട്ട് അടിച്ച് നമ്മൾ നിൽക്കുമ്പം, കൺഫ്യൂഷനായിട്ട് നിൽക്കുമ്പം ആരെ മുറുക്കെ പിടിച്ചോളണം? പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ചോളണം. അമ്മയുടെ വചനം പറഞ്ഞ്, അമ്മ പറഞ്ഞ വാക്കുകളാണ് കേട്ടോ, അമ്മയുടെ വചനം പറഞ്ഞ് അമ്മയോട് ചേർന്നിരിക്കാം കേട്ടോ. വരുന്ന ആഴ്ചയിൽ നിങ്ങൾ ഈ വചനം പഠിക്കുക. ഒപ്പം അടുത്ത ആഴ്ച വരുമ്പം നിങ്ങളത് ഇതുപോലുള്ളൊരു ഫയൽ നിങ്ങൾ കൊണ്ടുവരണം കേട്ടോ. മറക്കാതെ ഇതുപോലുള്ളൊരു ഫയൽ നിങ്ങൾ കൊണ്ടുവരണം. ഒരു സർപ്രൈസ് ഉണ്ട് കേട്ടോ. നമുക്കിനി അടുത്ത ആഴ്ച കാണാം. ഈശോയോട് കൂടി ചേർന്നിരിക്കുക, പരിശുദ്ധ അമ്മയുടെ കൈ പിടിച്ച് ഈശോയെ ഒത്തിരി സ്നേഹിക്കുക. അടുത്ത ആഴ്ച കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ.